ഹായ് ഫ്രണ്ട്സ്, ശിവൻ്റെ ഫാദറുടെ സ്കൂളിൽ നാഷണൽ ഡേക്ക് സെലിബ്രേറ്റ് ചെയ്തത് എങ്ങനെയെന്ന് നോക്കാം നമുക്ക്. ശിവൻ്റെ സ്കൂളിൽ നാഷണൽ ഫ്ലാഗുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ശിവൻ്റെ സ്കൂളിൽ പറഞ്ഞു വിട്ടത്. ശിവനെ സ്കൂളിലാക്കി നേരെ ഫാദറുടെ സ്കൂളിൽ വന്നു. ഫാദറുടെ സ്കൂളിൽ നാഷണൽ ഡേ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഫാദറൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വിവിധ ഇനം ഗെയിംസ്, സ്റ്റാളുകൾ എല്ലാം ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഗെയിംസ് കേട്ടോ. നമുക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഗെയിംസിലൊക്കെ പങ്കെടുക്കാം. ഫാദറയ്ക്ക് സ്കൂളിൽ നിന്ന് ഡാൻസ് ആയതുകൊണ്ട് കോസ്റ്റ്യൂം ഡ്രസ്സ് അതായിരുന്നു. അത് ടെമോന്ന് ഓർഡർ ചെയ്ത് വാങ്ങിക്കേണ്ടതായിരുന്നു. ആ ടീച്ചർ ലിങ്ക് അയച്ച് തന്നെ നമ്മളത് വാങ്ങിക്കണം. ഫാദറുടേത് കറക്റ്റ് സമയത്ത് കിട്ടി കേട്ടോ. ഡെലിവറി ഡ്രസ്സ് കയ്യിൽ കിട്ടി. ഇത് ഓരോ എമിറേറ്റ്സിൻ്റെയും പ്രസിദ്ധമായ സ്ഥലങ്ങൾ ചെയ്തതാണ്. ഇത് നമ്മൾ സ്കൂളിൽ പോയിരുന്ന പേരൻസുമായിട്ട് ചെയ്ത വർക്കുകളാണ്. അന്ന് ചെയ്തത് ഫ്യൂച്ചർ മ്യൂസിയമാണ്. അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഓരോ ക്ലാസ്സിലെ കുട്ടികൾ വിവിധ എമിറേറ്റിലെ പ്രസിദ്ധമായ സ്ഥലങ്ങളൊക്കെ വെച്ച് ചെയ്തതാണ് കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു. എല്ലാവരും നല്ല രീതിയിൽ ചെയ്തു. ഇത് കുട്ടികളെല്ലാം പേരൻസും കൂടി വന്നിരുന്ന് ചെയ്തതാണ്. അങ്ങനൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ. ഇതിൽ വലിയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് പേപ്പറിൽ എഴുതി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് മണ്ണിൽ ക്യാമലിനെ ഇതാക്കിയതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. നേരെ കാണുമ്പോൾ ഒത്തുകൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇത് ഓരോ സ്ഥലത്തെക്കുറിച്ചൊക്കെ കുട്ടികൾ എഴുതി വെച്ചതാണ് കേട്ടോ. റാസിൽ കൈമ ഉണ്ടാക്കിയതാണ് ഫുജറ മ്യൂസിയം നമ്മളുണ്ടാക്കിയത് കേട്ടോ. ശിവഭദ്ര. അപ്പോൾ ഇതൊക്കെയായിരുന്നു സ്കൂളിലെ വിശേഷങ്ങൾ. ഞാൻ നേരത്തെയാണ് പോയത് കേട്ടോ. പ്രോഗ്രാം 8 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യമേ തന്നെ ഫാദറുടെ ഡാൻസൊക്കെയാണെന്നാണ് പറഞ്ഞത്. കുറച്ച് അവരുടെ ഇനാഗുറേഷൻ പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് ഐസ്ക്രീം, പിന്നെ ഇവിടെ ഫുഡ് സ്റ്റാൾ, ഷവർമ അതൊക്കെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഉള്ളൂ. അത് ലേസ് അങ്ങനെയുള്ള ഐറ്റംസ്. പിന്നെ അപ്പുറത്തോട്ട് മാലയൊക്കെ, മാല, കമ്മൽ അങ്ങനത്തെയൊക്കെ സെക്ഷൻസ് റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ഫാദറുടെ സ്കൂളിലെ സ്റ്റേജ്. കുറച്ച് പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും പോയി സീറ്റൊക്കെ പിടിച്ചു. അങ്ങനെ കുറച്ച് ഇനാഗുറൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഫാദറുടെ ഡാൻസിന് ഫാദറ വന്ന് നിൽക്കുന്നത് കണ്ടോ എല്ലാവരും. ഫാദറ കളിക്കോ എന്തോ. ഫാദറുടെ ബോയൊക്കെ ഇളവിപ്പോയി ടീച്ചർ അതൊക്കെ വെച്ച് കൊടുക്കുക. ഫാദറ ഭയങ്കര കോൺഫിഡൻ്റായിട്ട് സ്റ്റേജിൽ കയറി നിൽക്കുകയാണ് കേട്ടോ. ഭയങ്കര സന്തോഷത്തിലാണ് അവൾ നിൽക്കുന്നത്. എനിക്ക് കളിച്ചോളാൻ വയ്യാതെ ഞാൻ കണ്ട് അങ്ങ് ഞെട്ടിയിരിക്കുക. അവൾ കളിക്കുമോ ഇല്ലേ ഒന്നും അറിയാൻ വയ്യ. നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണേ. ഫാദറ എങ്ങനെ കളിക്കുന്നുണ്ടോ, കളിച്ചത് ഇഷ്ടമായോ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഫാദറയുടെ ആദ്യത്തെ സ്റ്റേജ് പ്രോഗ്രാമാണേ. സത്യത്തിൽ ഫാദറയുടെ ഡാൻസ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് നല്ല സന്തോഷം, കണ്ണിന്നൊക്കെ വെള്ളം വന്നുകൊണ്ടിരുന്നു. കാരണം കണ്ണീര് വന്നുകൊണ്ടിരുന്നു. ഭയങ്കര സന്തോഷമായിരുന്നു അവൾ കളിച്ചപ്പം. അതാ ഇടയ്ക്ക് വീഡിയോയിൽ ആ അനക്കമൊക്കെ ഉണ്ടായത് കേട്ടോ. അങ്ങനെ ടീച്ചർമാരെല്ലാം സെറ്റ് ചെയ്തു നിർത്തിയിരിക്കുകയാണ്. പാട്ടിട്ടതും ഫാദറുടെ ഡാൻസ് തുടങ്ങി. എങ്ങനെയുണ്ട് ഫാദറുടെ ഡാൻസ്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇതല്ലാതെ ഷോർട്ട് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ പോയി കാണണം കേട്ടോ. അതിൽ നല്ല രീതിയിൽ കളിച്ചു എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൽ ഇങ്ങനെയൊക്കെ കളിക്കുമെന്ന് എനിക്കും അറിയത്തില്ലായിരുന്നു കേട്ടോ. അവൾ ആളിനെയൊക്കെ കാണുമ്പോൾ നല്ല പേടിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചു. അവൾ നല്ല കൂളായിട്ട് സ്റ്റേജിൽ നിന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുക, പിന്നെ കളിക്കുന്നു. ഭയങ്കര ആക്റ്റീവായിരുന്നു കേട്ടോ. ഫാദറ സാധാരണ ഇവിടെ ഒരു ഇത് കളിക്കാൻ പറഞ്ഞാൽ അവൾ കളിക്കത്തില്ല, നാണം അങ്ങനെയൊന്നും ചെയ്യത്തില്ല.
അന്ന് ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കേട്ടോ. അങ്ങനെ ഓരോ ക്ലാസ്സിലും ഓരോ കുട്ടികൾക്ക് ഇതുപോലെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഇതാണ് ബോയ്സിൻ്റെ കോസ്റ്റ്യൂം ഡ്രസ്സ്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു കുട്ടികൾ പോവേണ്ട കേട്ടോ. കുട്ടികളെ വിളിച്ചുകൊണ്ട് ക്ലാസ്സിലോട്ട് പോവേ. പിന്നെ അടുത്ത ക്ലാസ്സിലെ കുട്ടികളുടെ ഡാൻസ് ആയിരിക്കും. അങ്ങനെ കുറച്ച് പ്രോഗ്രാമൊക്കെ ആയിട്ട് ഫാദറുടെ സ്കൂളിൽ നാഷണൽ ഡേ സെലിബ്രേഷൻ ഇങ്ങനെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ശിവനെ സ്കൂളിൽ പോയി വിളിച്ചിട്ട് വന്ന് നേരെ ഫാദറുടെ സ്കൂളിലോട്ട് വന്നു. അങ്ങനെ ഫാദറിനെ വിളിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്